ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ജേണി ഓഫ് സുനിതയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കുറച്ച് കൃഷിക്കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാനിവിടെ കട്ട വെയിലത്താണ് നിൽക്കുന്നത്. നമുക്ക് ഇപ്പോൾ ചീരയൊക്കെ നടുന്ന സമയമല്ലേ, അപ്പോൾ നമുക്കിവിടെ കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ, എങ്കിലും ഉള്ള സ്ഥലത്ത് നമുക്ക് കുറച്ച് ചീരേരി പാകണം. അതേപോലെ നമ്മളിവിടെ കുറച്ച് ചേമ്പ് കാച്ചിലൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു, അതെല്ലാം പന്നി കൊണ്ടുപോയി. അതിനകത്ത് പന്നി തൊടാതെ കിട്ടിയത് മഞ്ഞളും കസ്തൂരി മഞ്ഞളും മാത്രമേ ഉള്ളൂ. മഞ്ഞൾ നമ്മൾ ചാനലൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മളതിൻ്റെ വിളവെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കസ്തൂരി മഞ്ഞൾ കിടപ്പുണ്ട്, അതിൻ്റെ വിളവ് ഒന്നെടുക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഓൾറെഡി അവിടെ കിളച്ച് റെഡിയാക്കിയൊക്കെ ഇട്ടതായിരുന്നു. വിത്ത് പാകുന്നതിന് മുമ്പ് ഒന്നുകൂടെ ഒന്ന് സെറ്റ് ആക്കുന്നതാ. കിളച്ചതിൻ്റെ വീഡിയോ ഒക്കെ നമ്മുടെ ഫോണിൽ നിന്ന് പോയായിരുന്നു. ചീരയ്ക്ക് ഏറ്റവും ബെസ്റ്റ് വളമാണ് ഈ ആട്ടുംകാട്ടം. ഇതിങ്ങനെ പൊടിച്ചാണ് നമ്മൾ മണ്ണിൽ ചേർത്ത് കൊടുക്കേണ്ടുന്നത്. ചീരേരി പാകാനുള്ളിടം കിളച്ച് സെറ്റാക്കി അതിനുശേഷം നമ്മൾ വിത്തിടുന്നതിന് മുമ്പ് നമ്മൾ ഈ ആട്ടുംകാട്ടം നന്നായിട്ട് പൊടിച്ച് അവിടേക്ക് വിതറി കൊടുക്കണം. കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ ടെറസിലായിരുന്നു ചീര നട്ടത്. ഇഷ്ടംപോലെ വിളവ് കിട്ടുന്നുണ്ടായിരുന്നു. നമ്മൾ കട്ട് ചെയ്താണ് എടുക്കുന്നത്. ഒരു തവണ നമ്മൾ അരി പാകിയിട്ട് അത് ഒന്ന് വളർന്ന് അതിൻ്റെ തൈയൊക്കെ ഒന്ന് പറിച്ച് നട്ട് ഒരുവിധം ഒന്ന് വളർന്നു വരുമ്പോഴത്തേക്കേ നമ്മൾ അടുത്ത ട്രിപ്പ് കുറച്ച് അരിയും കൂടെ പാകത്തുള്ളായിരുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് വർഷം മുഴുവൻ ഇങ്ങനെ ചീരയില കിട്ടിക്കൊണ്ടേയിരുന്നു. ചുവന്ന ചീരയായാലും പച്ചച്ചീരയായാലും നമുക്ക് ഇഷ്ടംപോലെ കിട്ടുന്നുണ്ടായിരുന്നു. ഇപ്പം നമ്മളിവിടെ വളമിട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ ചീരേരി പാകാൻ പോവാണ്. ചീരേരി പാകുന്നതിനൊരു ക്രമമുണ്ട്, പക്ഷെ നമ്മളിവിടെ ക്രമത്തിലൊന്നും അല്ല, വെറുതെ അങ്ങ് വാരിയിടുവാണ്. മണലിനകത്ത് ചീരേരി മിക്സ് ചെയ്തിട്ട് ആ മണലോട് ചേർത്താണ് ചീരേരി സാധാരണ വയലിലൊക്കെ പാകുന്നത്. എങ്കിൽ മാത്രമേ ആ തൈ കിളിച്ച് വരുമ്പോൾ ഒരു ഡിസ്റ്റൻസിലൊക്കെ വളർന്നു വരത്തുള്ളൂ. നമ്മളിവിടെ വളരെ കുറച്ചേ നടുന്നുള്ളല്ലോ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരത്തെ വിത്തെടുത്ത് വെച്ചതാണ്. നമ്മൾ കൈകൊണ്ടല്ലാതെ മണലൊന്നും ഇല്ലാതെ നമ്മൾ കൈകൊണ്ട് വാരി ചേറിയിടുവാണ്. ഇത് ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്നതൊന്നും അല്ല കേട്ടോ. എനിക്ക് കൃഷി ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ടെറസിലൊക്കെ ആയാലും മുറ്റത്തായാലും എനിക്കിങ്ങനെ എപ്പോഴും നമ്മളുടെ പറമ്പിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു വിള എടുത്ത് കറി വെക്കുന്നത് അതൊരു പ്രത്യേക സന്തോഷമാണ്. ഇപ്പം നമ്മൾ ചീരേരി പാവിനെ കുറച്ചിപ്പുറത്ത് കുറച്ച് സ്ഥലം കിടപ്പുണ്ട്, നമുക്ക് അവിടെയും കൂടെ ഒന്ന് ചീരേരി പാകണം. അപ്പം കഴിഞ്ഞ തവണ നമ്മളവിടെ കസ്തൂരി മഞ്ഞൾ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് കിളച്ചെടുക്കുകയാണ്. ആ സൈഡിൽ നിൽക്കുന്നത് എരിക്കെന്ന് പറയുന്നൊരു ചെടിയാട്ടോ. നമ്മുടെ കുന്താലി ഒടിഞ്ഞു പോയി. പിന്നെ ഒരു ചെറിയ കുന്താലി ഉണ്ട്, അത് വെച്ച് നമ്മളിങ്ങനെ കുനിഞ്ഞൊന്ന് മണ്ണൊക്കെ മാറ്റുന്നത് കുറച്ച് റിസ്ക്കാണ്. അതുകൊണ്ട് അമ്മ കുറച്ച് സാഹസികത ചെയ്യുക, തൂമ്പയൊക്കെ വെച്ചാണ് കിളയ്ക്കുന്നത്. നമ്മൾ ഒരുപാട് കസ്തൂരി മഞ്ഞളൊന്നും നട്ടിട്ടില്ല, 2 മൂടേ ഉള്ളൂ. എൻ്റെ ഒരു സുഹൃത്ത് തന്നപ്പോൾ നമ്മൾ അതിൽ നിന്ന് കുറച്ച് കൊണ്ട് നട്ടതാണ്. ഇത് പന്നിയുടെ ആഹാരം അല്ലാത്തത് കൊണ്ട് പന്നി കളഞ്ഞിട്ട് പോയതാണോ അതോ ഇനി കാണാതെ വിട്ടു പോയതാണോ എന്നും അറിയില്ല. എന്തായാലും നമുക്കിത് മാത്രമേ കിട്ടിയുള്ളൂ. ചേമ്പും കാച്ചിലും ഒക്കെ കിടന്ന് മൊത്തം പോയി. നമുക്ക് കഴിഞ്ഞ തവണയൊക്കെ പിന്നെയും കുറച്ചൊക്കെ ചേമ്പും കാച്ചിലും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്വന്തമായിട്ട് വളർത്തുന്ന എന്തെങ്കിലും ഒരു പച്ചക്കറി അതിൻ്റെ വിളവെടുക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമാണ്. എന്നെ സംബന്ധിച്ച് നമ്മുടെ മുറ്റത്ത് എന്തെങ്കിലുമൊക്കെ ഒരു പച്ചക്കറി വേണം എനിക്ക്. കഴിഞ്ഞ തവണയൊക്കെ നമ്മുടെ ടെറസിൽ പാവല്, പടവലം, കോവല്, വെണ്ട, വഴുതന, പച്ചമുളക്, ഉണ്ടമുളക്, തക്കാളി, ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള പച്ചക്കറികൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അതേപോലെ ചീരയും ഉണ്ടായിരുന്നു, പച്ചച്ചീരയും ചുവന്ന ചീരയും ഉണ്ടായിരുന്നു. അപ്പം അതിനുശേഷം പിന്നെ ഉണക്കൊക്കെ ആയപ്പോഴത്തേക്ക് എല്ലാം നശിച്ചു പോയി. ഇനി നമുക്ക് ഈ വർഷവും എല്ലാം ഒന്ന് നട്ട് റെഡിയാക്കി എടുക്കണം. അങ്ങനെ നമ്മൾ ഇവിടെയും ചീരേരി പാവിയിട്ടുണ്ട്. ഇനി നമുക്കിതിന് വെള്ളം തളിച്ച് കൊടുക്കണം. ഈ ചീരയൊക്കെ കിളിച്ച് വരുമ്പോൾ ഇതിൽ നല്ലൊരു ഭാഗവും നമ്മളങ്ങ് ടെറസിൽ കൊണ്ടുപോകും. കാരണം താഴെ വന്നാൽ പെട്ടെന്ന് പന്നലായി പോവും. ഫ്രീ ടൈം കിട്ടുമ്പോൾ എന്തെങ്കിലുമൊക്കെ പച്ചക്കറികളോ ചെടികളോ ഒക്കെ ഇങ്ങനെ നട്ടുപിടിപ്പിക്കുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. എനിക്കും അമ്മയ്ക്കും അത് ഭയങ്കര ഇഷ്ടമാണ്. ചീരയ്ക്ക് വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ തളിച്ച് ഒഴിക്കാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ ചീരേരി ഒരുപാട് മണ്ണിനടിയിലേക്ക് പോകും, അതിൻ്റെ മൂട് തമ്മിൽ അടുത്ത് പോകും, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടാവും. അത് പെട്ടെന്ന് ഒരുപാട് വളർച്ച വരാതെ നശിച്ചു പോകുന്നതിനൊക്കെ കാരണമാവും. അപ്പോൾ എപ്പോഴും ചീരയ്ക്ക് വെള്ളം ഒഴിക്കുമ്പോൾ നമ്മളിങ്ങനെ തളിച്ച് പരമാവധി നൈസാക്കി തളിച്ച് മാത്രം ഒഴിക്കുക ശ്രദ്ധിക്കണം. ഇനിതേ ഇപ്പുറത്തെ സൈഡിലും കുറച്ച് കസ്തൂരി മഞ്ഞൾ കിടപ്പുണ്ട്, അതും കിളച്ചെടുക്കുകയാണ്. തറയൊക്കെ നന്നായിട്ട് ഉണങ്ങിക്കിടക്കുന്നതുകൊണ്ട് വെട്ടൊക്കെ കൊള്ളാൻ ഭയങ്കര പാടാണ് മണ്ണിൽ. ഇതിനിപ്പോൾ നമ്മൾ കൂടുതൽ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനേ നോക്കത്തുള്ളൂ, അല്ലാതെ വിൽക്കാനും വേണ്ടിയൊന്നും ഇല്ല. ഇത് കുറച്ചേ ഉള്ളൂ. മണ്ണിനടിയിൽ നിന്ന് ഈ ചേമ്പ്, കാച്ചിൽ, അങ്ങനെയുള്ള കിഴങ്ങ് വിളകളൊക്കെ കിളച്ചെടുക്കുന്നത് കാണാൻ നല്ല രസമല്ലേ. എനിക്ക് ഭയങ്കര ആകാംക്ഷയാണിത് കൂടുതൽ കാണുമോ, നമ്മൾ വളം ചെയ്തതും അതൊക്കെ ഓർക്കും. അപ്പം അതിനകത്ത് അളവ് കൂടുതൽ കിട്ടുമോ കുറവായിരിക്കുമോ എന്നൊക്കെ ഉള്ളൊരു ഭയങ്കര ഒരു ആകാംക്ഷയോടാണ് ഞാൻ എപ്പോഴും ചെന്ന് നോക്കി കാണുന്നത്.
വീട്ടിൽ നട്ട ചേമ്പും കാച്ചിലും ഒക്കെ കിളയ്ക്കുന്ന സമയത്ത് ഞാൻ അമ്മയോട് പറയും, അമ്മേ ഞാനും കൂടെ ഫ്രീ ആവുന്ന സമയത്തേ കിളയ്ക്കാവുള്ളേ, എനിക്കത് കാണണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഈ മണ്ണിനടിയിൽ നിന്ന് കിഴങ്ങ് വിളകളൊക്കെ കിളച്ചെടുക്കുമ്പം അതിൻ്റെ ആ ഒരു വിളവ് കാണുന്നത് ഭയങ്കര സന്തോഷമാണ്. എന്തല്ലേ, നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് 100 കാര്യങ്ങൾ പറയാനും ഉണ്ടാവുമല്ലേ. ഞാൻ കിളച്ചോളം അമ്മ വീഡിയോ എടുത്താൽ മതി എന്നൊക്കെ ഞാൻ പറഞ്ഞത് അമ്മ പക്ഷെ കേൾക്കുന്നില്ല. ഇത്രയും വിളവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കസ്തൂരി മഞ്ഞൾ 2 മൂട് കസ്തൂരി മഞ്ഞൾ കിളച്ചപ്പോൾ നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ആയിരുന്നു മഞ്ഞളും. അത് ഒറ്റ മൂട് മഞ്ഞളേ ഉണ്ടായിരുന്നുള്ളൂ. അതും നല്ല രീതിയിൽ വിളവ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്തായാലും നമ്മളിനി ഇവിടെ മഞ്ഞൾ തന്നെ നടാൻ തീരുമാനിച്ചു. മാത്രമല്ല പന്നി സാറിന് ഇഷ്ടമല്ലാത്തത് കൊണ്ട് സാറ് തിരിഞ്ഞു പോലും നോക്കത്തില്ല. അപ്പം അതിൻ്റെ വിളവെങ്കിലും നമുക്ക് കിട്ടുമല്ലോ. ചേമ്പും കാച്ചിലും ഒന്നും ഇനി നോക്കണ്ട, ടെറസിൽ നട്ടാലായി. ദേ ഇത് കണ്ടോ, മരുപ്പച്ച പോലെ ഈ വരണ്ട സ്ഥലത്ത് ഈ കാണുന്നത് പച്ചച്ചീരയാണ്. ചീരയിലയും ചക്കക്കുരുവും കൂടെ ഒരുമിച്ചിട്ട് തോരൻ വെച്ച് കഴിക്കാൻ പ്രത്യേക ടേസ്റ്റാണ്. ഇതുവരെ അങ്ങനെ കഴിച്ചിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ ചക്കയുടെയൊക്കെ സീസണല്ലേ, ചീരയില ഇഷ്ടം പോലെ കിട്ടുന്ന സമയമാണ്. ഇവിടെ നമ്മൾ കുറച്ച് ചീരേരി പാകിയിട്ടുണ്ടായിരുന്നു. അത് ദേ കിളിച്ച് വന്നിട്ടുണ്ട്. ചുമന്ന ചീരയാണ്. അതൊന്നും നമ്മൾ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു. രാവിലെ വെള്ളം ഒഴിച്ചതാണ്. എന്നിട്ട് ദേ നല്ലപോലെ ഉണങ്ങിക്കിടക്കുകയാണ്. വൈകിട്ടാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. അത്രയ്ക്ക് വെയിലുള്ള സ്ഥലത്താണ് ഈ ചീര നമ്മൾ നട്ടിരിക്കുന്നത്. ഈ ഒരു പരുവത്തിൽ പ്രത്യേകിച്ച് നമ്മൾ ഇവർക്ക് 2 നേരം വെള്ളം ഒഴിച്ച് കൊടുക്കണം. നമ്മൾ രണ്ടാമത് കസ്തൂരി മഞ്ഞൾ കിളച്ച് ആ ഭാഗവും കിളച്ച് സെറ്റാക്കി വെള്ളമൊക്കെ ഒഴിച്ച് റെഡിയാക്കി ഇട്ടേക്കുകയാണ്. ഇനി നമ്മൾ അവിടെയും ചീരയരി പാകി കൊടുക്കുകയാണ്. അവിടെ നമ്മൾ പച്ചച്ചീരയുടെ അരിയാണ് പാകുന്നത്. കഴിഞ്ഞ തവണ അവിടെ ഇഷ്ടംപോലെ പച്ചച്ചീര പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ചീരയുടെ അരിയൊക്കെ എടുത്ത് നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കുകയാണ്. ഇവിടെ നട്ട് കിളിച്ച് അതൊന്ന് റെഡിയായി വരുമ്പോഴത്തേക്ക് അടുത്തത് നമ്മൾ വീണ്ടും ഇവിടെ നടും. അപ്പം നമുക്കിങ്ങനെ അതൊരു കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് ഇഷ്ടംപോലെ ചീരയില കിട്ടും. ചീരേരി പാകിയതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ ഈ പച്ച കളർ നെറ്റ് ഇട്ടിട്ടുണ്ട്. അതൊരുപാട് വെയിലടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഭയങ്കരമായിട്ട് വെയിൽ വരുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ടാണ് നമ്മളങ്ങനെ നെറ്റൊക്കെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇവിടെ മാത്രമല്ല, നമ്മൾ നേരത്തെ ചീരേരി പാകി കിളിച്ച് നിൽക്കുന്ന അവിടെ നമ്മളൊരു കമ്പൊക്കെ വെച്ച് അതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ നെറ്റ് വെച്ചിട്ടുണ്ട്. കാരണം ഇവിടെ ഭയങ്കരമായിട്ട് വെയിലടിക്കും. ഈ ചീരത്തൈകളൊക്കെ പെട്ടെന്ന് വാടിപ്പോവും. നമ്മൾ വെള്ളം ഒഴിച്ചാലും അത് പിന്നെ നിൽക്കത്തില്ല, അത്രയ്ക്ക് ചൂടടിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനൊരു സംവിധാനം താൽക്കാലികമായിട്ട് ചെയ്തു വെച്ചേക്കുക. എന്നാൽ ചീരയ്ക്കൊക്കെ നല്ല വെയിലുണ്ടെങ്കിൽ മാത്രമേ ഇവർ നല്ലപോലെ വളരത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി ഈ ചീര കിളിച്ച് വന്നിട്ട് അതിനുശേഷമുള്ള കാര്യങ്ങൾ നമുക്ക് വീണ്ടും വേറൊരു വീഡിയോയിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും ടേക്ക് കെയർ ആൻഡ് ടാറ്റാ.